സ്റ്റാർട്ട്. ഹായ്. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ് സെറ്റ് റിലേഷൻ ആൻഡ് ഫങ്ഷൻ and also limits and continuity. Okay, limits and continuity. സോ ഈ ചാപ്റ്ററിൽ എന്തൊക്കെയാണ് പഠിക്കാനാണ് നമുക്കൊരു 10-15 മിനിറ്റിനുള്ളിൽ മാക്സിമം മനസ്സിലാക്കാം. നോക്കട്ടോ. ഈ ഫസ്റ്റ് ഓഫ് ഓൾ സെറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, സോ ഇങ്ങനെ ഒരു കേളി ബ്രാക്കറ്റിൻ്റെ ഉള്ളിലായിരിക്കും അല്ലേ, കേളി ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ കുറച്ച് വാല്യൂസിൽ കുറച്ച് എലമെൻറ്റ്സ് ഇട്ട് കൊടുക്കുന്നതാണ് നമുക്ക് സെറ്റ് എന്ന് പറയാം അല്ലേ. ഇറ്റ് ഈസ് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ്. ഓക്കെ, സോ ഒരു സെറ്റ് ഓഫ് ഒബ്ജക്ട്സ്, ഓക്കെ, സോ ഒരു കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സിനെ നമുക്ക് ആ കേളി ബ്രാക്കറ്റിനുള്ളിൽ തന്നെയാണ് എന്താ പറയുക, സെറ്റ് എന്ന് പറയാം അല്ലേ. ഇനി എപ്പോഴും സെറ്റ് ഡിനോട്ടഡ് ബൈ എ ക്യാപിറ്റൽ ലെറ്റർ. ഓക്കെ, സോ നമ്മൾ പറയും സെറ്റ് എ ഈസ് ഈക്വൽ ടു 1 2 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആ സെറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എപ്പോഴും എന്തായിരിക്കും, ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആയിരിക്കും. ഓക്കെ, ഇനിയിപ്പോൾ ഇവിടെ നോക്കുക, 2 ഈസ് ആൻ എലമെൻറ്റ് ഓഫ് ദിസ് സെറ്റ് അല്ലേ, 5 ഈസ് നോട്ട് ആൻ എലമെൻറ്റ് ഓഫ് ദിസ് സെറ്റ്. ക്ലിയർ ആണോ? ഓക്കെ, അത് പറയും. നമ്മൾ സെറ്റിൻ്റെ ഉള്ളിൽ ഒന്നുമില്ലെങ്കിൽ വി ക്യാൻ കോൾ ഇറ്റ് ആസ് എന്താണ്, നൾ സെറ്റ് എന്ന് പറയാം അല്ലേ, നൾ സെറ്റ് ഓർ എംപ്റ്റി സെറ്റ് ഓർ 5 ഒക്കെ എന്ന് പറയാം അല്ലേ. ആൻഡ് സെറ്റിൻ്റെ ഉള്ളിൽ ഒരെണ്ണം ഉണ്ടെങ്കിലോ ഇറ്റ് ഈസ് സിംഗിൾ ടൺ സെറ്റ് അത് പറയും അല്ലേ. ഇപ്പോൾ സെറ്റിൻ്റെ ഉള്ളിൽ ഞാൻ ഒരു 5 ഇട്ട് കഴിഞ്ഞാലോ, അതും സിംഗിൾ ടൺ സെറ്റാണ്. ക്ലിയർ ആണോ? ഓക്കെ, സെറ്റിൻ്റെ ഉള്ളിൽ 5 ഇട്ട് കഴിഞ്ഞാൽ അവിടെ ഒരു എലമെൻ്റ് ഉണ്ടല്ലോ അല്ലേ. ഇപ്പോൾ സെറ്റിൻ്റെ ഉള്ളിൽ 0 ഇട്ട് കഴിഞ്ഞാലോ, യെസ്, ദാറ്റ്സ് ഓൾസോ സിംഗിൾ ടൺ സെറ്റ്. ക്ലിയർ ആണോ? ഓക്കെ, അപ്പോൾ നമ്മൾ സെറ്റിൻ്റെ ഉള്ളിലുള്ള ഐറ്റംസ് ഇങ്ങനെ എടുത്തെടുത്ത് എഴുതുവാണെങ്കിൽ, ഓക്കെ, എന്താണ് സെറ്റ് 1 2 3 എന്ന് പറഞ്ഞിട്ട് എഴുതുവാണെങ്കിൽ ദിസ് ഫോം ഈസ് നോൺ ആസ് റോസ്റ്റർ ഫോം എന്ന് പറയും. ഓക്കെ, റോസ്റ്റർ ഫോം. ക്ലിയർ അല്ലേ? ഓക്കെ, അതേപോലെ വേറൊരു ഫോമും കൂടിയുണ്ട്. റോസ്റ്റർ ഫോമിൻ്റെ വേറൊരു പേരാണ്, ഓക്കെ, സോ ബ്രേസസ് ഫോം എന്ന് പറയാം. അതേപോലെ നെക്സ്റ്റ് ഫോം എന്ന് പറഞ്ഞാൽ റൂൾ ഫോമാണ്. ഓക്കെ, സോ റൂൾ ഫോം എന്ന് പറയുമ്പോൾ ഞാൻ ഇങ്ങനെ എഴുതി വെക്കാണ്, യെസ്, എ ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് നമ്പേഴ്സ്. ഓക്കെ, സോ എ ഈസ് എ സെറ്റ് ഓഫ് എന്താ പറയുക, നാച്ചുറൽ നമ്പേഴ്സ് ലെസ് ദാൻ 4. ഓക്കെ, സോ നാച്ചുറൽ നമ്പേഴ്സ് ലെസ് ദാൻ 4 അല്ലേ. അല്ലെങ്കിൽ ഞാൻ പറയുകയാണ് ഇറ്റ് ഇസ് എ സെറ്റ് ഓഫ് എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു എൻ. സോ എൻ എന്ന് പറഞ്ഞാൽ നാച്ചുറൽ നമ്പറാണ് ആൻഡ് എക്സ് ഈസ് ലെസ് ദാൻ 4. സോ ഇങ്ങനെ കുറച്ച് പോയിന്റ്സ് ഒക്കെ പറഞ്ഞിട്ട് തരുന്നതാണ് എന്ന് പറയാം. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി ശ്രദ്ധിച്ചു നോക്കാം, ഇൻഫിനിറ്റ് സെറ്റ് എന്താണെന്ന്, അതേപോലെ ഫൈനൈറ്റ് സെറ്റ് എന്താണെന്ന് നോക്കാം. ഓക്കെ, സോ ഇപ്പോൾ എൻ ഡബ്ല്യു ഇതൊക്കെ എന്താണ്, ഇൻഫിനിറ്റ് സെറ്റാണ്. ഓക്കെ, ഇൻഫിനിറ്റ് സെറ്റ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ നമുക്ക് ഒരു എന്താ പറയുക, ഒരു സെറ്റിനുള്ളിൽ ഇങ്ങനെ എടുത്ത് എഴുതി തീർക്കാൻ പറ്റൂല. ദാറ്റ് മീൻസ് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 1 2 3 4 അങ്ങനെയുള്ള ഏത് നമ്പർ, ഒരുപാട് നമ്പർ വരും, നമുക്കൊരു ഫിനിഷ് ചെയ്യാൻ പറ്റൂല. ഓക്കെ, സോ നാച്ചുറൽ നമ്പേഴ്സ് ആയിക്കോട്ടെ, ഹോൾ നമ്പർ ആയിക്കോട്ടെ, ഇതൊക്കെ നമ്മളൊന്ന് ഫിനിഷ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഫൈനൈറ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ നമുക്കത് ഫൈനൈറ്റ് ആയിട്ട് ഫിക്സ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ഓക്കെ, സോ ഇൻഫിനിറ്റ് ആണോ ഫൈനൈറ്റ് ആണോ എന്ന് നോക്കണം. ഓക്കെ അല്ലേ. സോ ഇതൊക്കെ ഇൻഫിനിറ്റ് നമ്പേഴ്സാണ്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് പോയിന്റ് സബ്സെറ്റ് ആണ്. ഓക്കെ, സോ സബ്സെറ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ സെറ്റ് 1 2 3 ഉണ്ടെന്ന് വിചാരിച്ചോ. സോ ഇതിൽ ഒരു സബ്സെറ്റ് 2 3, ഓക്കെ 3, ഓക്കെ, അതേപോലെ 1 2 2 3, ഓക്കെ 1 3, ഓക്കെ ആൻഡ് 1 2 3. ഓക്കെ, സോ ഇതൊക്കെ സബ്സെറ്റുകളാണ്. ഓക്കെ, സോ നമ്മുടെ സെറ്റിൻ്റെ ഈ ഒരു ഇപ്പോൾ എന്താ പറയുക, എത്രയാണ് കാർഡിനൽ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര എലമെൻറ്റ്സ് ഉണ്ടെന്നാണ് കാർഡിനൽ നമ്പർ എന്ന് പറയാം. ഓക്കെ അല്ലേ. യെസ്, അപ്പോൾ ഇവിടെ കാർഡിനൽ നമ്പർ ഈസ് ഈക്വൽ ടു 3 അല്ലേ. ശരി, ഇപ്പോൾ 3 നമ്പേഴ്സ് ഉണ്ടെങ്കിൽ നമുക്കറിയാം 2⁻3 ദാറ്റ് ഈസ് 8 സബ്സെറ്റുകൾ ഉണ്ടാവും അല്ലേ. 8 സബ്സെറ്റുകളുണ്ട്. സോ നമുക്ക് ഇത് 8 ഇല്ലേ അല്ലേ. ഈ സബ്സെറ്റുകളെയൊക്കെ ഞാൻ ഒരു സെറ്റിൻ്റെ ഉള്ളിൽ എഴുതുവാണെങ്കിൽ അതിനെ നമുക്ക് എന്താ പറയാം, പവർ സെറ്റ് എന്ന് പറയാം. ഓക്കെ, സബ്സെറ്റിനെ ഒരു സെറ്റിൻ്റെ ഉള്ളിൽ എഴുതുവാണെങ്കിൽ പവർ സെറ്റ് എന്ന് പറയാം. പിന്നെ നിങ്ങൾക്ക് എന്താ പറയുക, യെസ്, ഇഫ് എ ഈസ് എ സബ്സെറ്റ് ഓഫ് ബി ദെൻ വി ക്യാൻ കോൾ ബി ഈസ് എ സൂപ്പർ സെറ്റ് ഓഫ് എ, അങ്ങനെ പറയാം. ഓക്കെ അല്ലേ. യെസ്, പിന്നെ പ്രോപ്പർ സബ്സെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രോപ്പർ സബ്സെറ്റ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് 2⁻n−1. അതായത് ഇതിൽ ഈ ഒരു സാധനം, അതായത് സെറ്റ് 1 2 3 സെറ്റ് 1 2 3 എന്ന് പറയുന്ന സബ്സെറ്റ് ഒഴികെ ബാക്കിയുള്ളതൊക്കെയാണ് പ്രോപ്പർ സബ്സെറ്റ്. ഓക്കെ അല്ലേ. യെസ്, അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ സെറ്റ് 1 എടുക്കാം. സോ ഇതിൽ സെറ്റ് ഉണ്ട്,
ഫൈവ് ഉണ്ട്, അതേപോലെ സെറ്റ് 1 ഉണ്ട്. സോ ഇത് രണ്ടുമാണ് എന്ത് വരുന്നത്, സബ്സെറ്റുകൾ വരുന്നത്. സോ ഇതിന്റെ പ്രോപ്പർ സബ്സെറ്റ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ പ്രോപ്പർ സബ്സെറ്റ് ഈസ് നൾ സെറ്റ്. ഓക്കെ, സോ നോക്കാം മക്കളെ, നൾ സെറ്റ് ഈസ് എ പ്രോപ്പർ സബ്സെറ്റ് ഓഫ് ഓൾ സെറ്റ്. ഓക്കെ, നൾ സെറ്റ് എല്ലാ സെറ്റിനെയും പ്രോപ്പർ സബ്സെറ്റാണ്. പക്ഷെ ഇപ്പൊ നൾ സെറ്റില്ലേ, ഇതിനൊരു പ്രോപ്പർ സബ്സെറ്റ് ഉണ്ടോ? ഇല്ല. ദർ ഇസ് നോ പ്രോപ്പർ സബ്സെറ്റ് ഫോർ നൾ സെറ്റ്. ഓക്കെ അല്ലേ, ശരി. ഇനി അടുത്ത നമുക്ക് ഓപ്പറേഷൻസ് ഓൺ സെറ്റ് നോക്കാം. സോ അതായത് എ യൂണിയൻ ബി അല്ലേ. ഫോർ എക്സാമ്പിൾ എ ഇസ് ഈക്വൽ ടു സെറ്റ് 1 2 3 തന്നു. ഓക്കെ, സോ ബി ഇസ് ഈക്വൽ ടു സെറ്റ് 3 4 5 തന്നു. സോ എ യൂണിയൻ ബി ഇസ് ഈക്വൽ ടു സെറ്റ് 1 2 3 4 5 ആണ്. അതേപോലെ എ ഇന്റർസെക്ഷൻ ബി ഇസ് ഈക്വൽ ടു ഇത് രണ്ടിലും കൂടി കോമൺ ആയിട്ട് വരുന്ന സെറ്റ് 3 ആണ് അല്ലേ. സോ നെക്സ്റ്റ് ചോദിക്കുന്നത് എ മൈനസ് ബി എന്താണെന്നാണ്. എ മൈനസ് ബി എന്ന് ബി ഒഴിവാക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. സോ എ മൈനസ് എ ഇന്റർസെക്ഷൻ ബി ചെയ്താൽ മതി. ദാറ്റ് മീൻസ് ഈ എയിൽ നിന്ന് നമ്മൾ എ ഇന്റർസെക്ഷൻ ബി ആയ 3 ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇത് കിട്ടും, സെറ്റ് 1 2 എന്ന് കിട്ടും അല്ലേ. പിന്നെ നിങ്ങൾക്ക് അറിയേണ്ട കാര്യം സൂപ്പർ സെറ്റ് ഒക്കെ ഓക്കെയാണ്. യെസ്, നമ്മളിപ്പോൾ ഒരു ഡൈസ് ത്രോ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് വരാൻ പോസിബിലിറ്റികൾ 1 2 3 4 5 6. സോ ഇതാണ് മാക്സിമം പോസിബിൾ സാമ്പിൾ സ്പേസ് അല്ലേ. യെസ്, സോ നമ്മൾ 2 ഡൈസ് ത്രോ ചെയ്യുന്നുണ്ടെങ്കിൽ 1 1 1 2 1 3 1 4 6 വരെ, അതേപോലെ 6 6 വരെയുള്ള 36 പോയിന്റ്സ് ഉണ്ട് അല്ലേ. അപ്പോൾ 36 എലമെന്റ്സും കൂടി വരുന്ന ആ ഒരു സെറ്റിനെയാണ് നമ്മൾ എന്താ പറയുക, യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുന്നത്. ഓൾ എന്താ പറയുക, ഓൾ എലമെന്റ്സും കൂടി വരുന്ന ആ സെറ്റിനെ, അതായത് നമ്മളെ പ്രോബ്ലം എന്താണോ പ്രോബ്ലം, ആ പ്രോബ്ലം കൺസിഡർ ചെയ്യുന്ന എല്ലാ ഐറ്റംസും കൂടി വരുന്ന സെറ്റിനെയാണ് യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയാം. ഓക്കെ, സോ എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ യൂണിവേഴ്സൽ സെറ്റ് ഇപ്പോൾ എസ് ആണ് ഇരുന്നെങ്കിൽ എസ്സിൽ നിന്ന് എന്ത് ചെയ്യണം, എ കൊടുക്കണം. അതായത് നിങ്ങളിപ്പോൾ സെറ്റ് 1 2 3 4 എന്ന് പറഞ്ഞു. സോ എ ഇസ് ഈക്വൽ ടു സെറ്റ് 1 2 ആണെങ്കിൽ എ കോംപ്ലിമെന്റ് വിൽ ബി ഈക്വൽ ടു സെറ്റ് 3 4 5 6. ഓക്കെ, ഇനി മനസ്സിലാക്കേണ്ട കാര്യം എ ഇന്റർസെക്ഷൻ എ കോംപ്ലിമെന്റ് ഓക്കെ ഈസ് 5. ഓക്കെ, ആൻഡ് എ യൂണിയൻ എ കോംപ്ലിമെന്റ് ഈസ് എസ്. ഓക്കെ അല്ലേ. യെസ്, അത് എന്തായാലും നമുക്ക് അറിയാവുന്ന കാര്യം എ യൂണിയൻ എ കോംപ്ലിമെന്റ്. സോ രണ്ടും കൂടി എടുക്കുമ്പോൾ നമുക്ക് എന്തായാലും യൂണിവേഴ്സൽ സെറ്റിലോട്ടാണ് പോവാം. അതേപോലെ എ ഇന്റർസെക്ഷൻ എ കോംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് എന്തായിരിക്കും, 5 ആയിരിക്കും. കാരണം അതിൽ കോമൺ ആയിട്ട് ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, പിന്നെ എ മൈനസ് ബിനെ വേറൊരു രീതിയിൽ എഴുതാൻ പറ്റും, എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. ഓക്കെ, സോ എ മൈനസ് ബി ഇസ് സെയിം ആസ് എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. ഓക്കെ അല്ലേ. യെസ്, പിന്നെ നെക്സ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയേണ്ട കാര്യം എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി ഇസ് ഈക്വൽ ടു എൻ ഓഫ് എ യൂണിയൻ ബി പ്ലസ് എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി ആയിരിക്കും. അതേപോലെ എൻ ഓഫ് എ യൂണിയൻ ബി യൂണിയൻ സി 3 എലമെന്റ്സ് വരികയാണെങ്കിൽ നമ്മൾ എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി പ്ലസ് എൻ ഓഫ് സി മൈനസ് എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി മൈനസ് എൻ ഓഫ് എ ഇന്റർസെക്ഷൻ സി മൈനസ് എൻ ഓഫ് ബി ഇന്റർസെക്ഷൻ സി പ്ലസ് എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി. സോ ഇതുപോലെയാണ് നമ്മൾ സോൾവ് ചെയ്യേണ്ടത്. ക്ലിയർ അല്ലേ. ഓക്കെ, സോ ഇതൊക്കെയാണ് മേജറായിട്ട് വരുന്ന കാര്യങ്ങൾ. സെറ്റാണോ? ഓക്കെ, പിന്നെ ഇക്വാലൻസ് സെറ്റ് എന്താണെന്നും ഈക്വൽ സെറ്റ് എന്താണെന്നുള്ള. ഇക്വാലൻസ് സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർഡിനൽ നമ്പർ സെയിം ആവണം. കാർഡിനൽ നമ്പർ സെയിം, അതായത് നമ്മൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 1 2 3 എടുക്കാം, അതേപോലെ 3 4 5 എടുക്കുക. ഓക്കെ, നമ്മൾ ഇത് നോക്കുക, ഇവിടെ കാർഡിനൽ നമ്പർ ഇസ് സെയിം. ഓക്കെ, സോ ദ ടോട്ടൽ നമ്പർ ഓഫ് എലമെന്റ്സ് 1 2 3 ആണ്, അപ്പുറത്തും 1 2 3 ആണ്. സോ 3 3 എന്നുള്ള രീതിയിൽ വരുന്നത്. സോ ടോട്ടൽ നമ്പർ ഓഫ് എലമെന്റ് കാർഡിനൽ നമ്പർ സെയിം ആവുന്ന സമയത്താണ് നമുക്ക് ഇക്വാലൻസ് സെറ്റ് എന്ന് പറയാം. ഓർ എൽസ് അതർവൈസ് നമുക്ക് എന്താ പറയാം, കാർഡിനൽ നമ്പർ സെയിം അല്ല. ഓക്കെ, കാർഡിനൽ നമ്പർ സെയിം അല്ലാത്ത ക്വസ്റ്റ്യൻസ് ഉണ്ടാവില്ല. അതായത് കാർഡിനൽ നമ്പർ അല്ല ഞാൻ പറയുന്നത്, ഈ ഈക്വൽ സെറ്റ് എന്താണെന്ന് നോക്കട്ടെ, ശ്രദ്ധിക്കുക ഒരു മിനിറ്റ് പോയിന്റ്. ഇക്വാലൻസ് സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർഡിനൽ നമ്പർ സെയിം ആണ്, എല്ലാ എലമെന്റ്സും സെയിം ആണെന്ന് നിർബന്ധമില്ല. ഈക്വൽ സെറ്റ് എന്ന് പറയുമ്പോൾ സെറ്റ് 1 2 3യും അതേപോലെ നമുക്ക് സെറ്റ് 2 3 1 എടുക്കുക. സോ ഈ 2 സെറ്റ് എടുക്കുവാണെങ്കിൽ ദ എലമെന്റ്സ് ആർ സെയിം. മനസ്സിലായി, ദ എലമെന്റ്സ് ആർ സെയിം. ക്ലിയർ ആണോ? ഓക്കെ, ആൻഡ് ഓർഡർ മാറ്റർ. സോ ഓർഡർ മാറ്റുള്ളത് നമുക്ക് മാറ്റർ അല്ല. കാരണം പിന്നെ ഒരു കാര്യമുള്ളത്, നമ്മുടെ സെറ്റിനുള്ളിൽ ഐറ്റംസ് ചെയ്യുന്ന സമയത്ത് റിപ്പീറ്റേഷൻ്റെ ആവശ്യമില്ല. സോ നോ റിപ്പീറ്റേഷൻ ഇസ് റിക്വയർഡ് അല്ലേ. സോ സെറ്റിനുള്ളിൽ നമുക്ക് ഐറ്റംസ് ചെയ്യുന്ന സമയത്ത് റിപ്പീറ്റേഷൻ്റെ തീരെ ആവശ്യമില്ല. ക്ലിയർ? ഓക്കെ, ഇനി അടുത്ത പോയിന്റ് നമുക്ക് എ ക്രോസ് ബി എന്താണെന്ന്, റിലേഷൻ എന്താണ്, ഫംഗ്ഷൻ എന്താണ്, ടൈപ്സ് ഓഫ് റിലേഷൻ, ടൈപ്സ് ഓഫ് ഫംഗ്ഷൻ. സോ ഇതൊക്കെയാണ് ഫൈനലായിട്ട് പഠിക്കുന്നത്. നോക്കാം. സോ എ ക്രോസ് ബി എങ്ങനെയാണെന്ന് നോക്കാം. സപ്പോസ് എ ഈസ് ഈക്വൽ ടു സെറ്റ് 1 2 3 എന്ന് തന്നു, അതേപോലെ ബി ഇസ് ഈക്വൽ ടു സെറ്റ് 2 3 തന്നു. സോ നിങ്ങളോട് ചോദിക്കുകയാണ് എ ക്രോസ് ബി ഒന്ന് ഫോം ചെയ്യാൻ. എ ക്രോസ് ബി ഫോം ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് യെസ് 1 ഇവിടുന്ന് ഫസ്റ്റ് ടേം, ഇപ്പുറത്തുനിന്ന് സെക്കൻഡ് ടേം എടുക്കുക. സോ 1 2 ഓക്കെ 1 3 2 2 2 3 ഓക്കെ 3 2 ആൻഡ് 3 3. ഓക്കെ,
സോ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. സോ ദാറ്റ് മീൻസ് ഇവിടെ എത്ര എലമെന്റ്സ് ഉണ്ടാവും? യെസ് 6. അതായത് ഇവിടെ 3ഉം ഇപ്പുറത്ത് 2ഉം ആണെങ്കിൽ 3 × 2 എന്നുള്ള രീതിയിൽ 6 എലമെന്റ്സ് ആയിരിക്കും എ ക്രോസ് ബിയിൽ ഉണ്ടാവുക അല്ലെ. എ ക്രോസ് ബിയിലെ സബ്സെറ്റുകളുടെ എത്ര ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? യെസ് ഇവിടെ 2⁻6 കിട്ടും. ഓക്കെ, ഇനി നേരെ ചോദിക്കുന്നത് എയും ബിയും തന്നിട്ട് നേരെ പ്രോപ്പർ സബ്സെറ്റ് ചോദിക്കാം, എ ക്രോസ് ബിയുടെ പ്രോപ്പർ സബ്സെറ്റ് ചോദിക്കാം. അപ്പോൾ അങ്ങനെ ചോദിച്ചാൽ ആദ്യം എ ക്രോസ് ബിയിൽ എത്ര എലമെന്റ്സ് ഉണ്ട്? 6 ഉണ്ട് അല്ലെ. സബ്സെറ്റുകൾ എത്ര ഉണ്ട്? 2⁻6 ഉണ്ട്. പ്രോപ്പർ സബ്സെറ്റ് എത്രയുണ്ട്? 2⁻6 - 1 വരും. ക്ലിയർ അല്ലേ? യെസ്. ഇനി നമ്മൾ ഈ പറഞ്ഞ ഇഫ് എ ആൻഡ് ബി, ഓക്കെ, സോ നോക്കാം മക്കളെ, എയും ബിയും എടുക്കുക. ഓക്കെ, സോ ലെറ്റ് ദിസ് ബി നോൺ എം ടി സെറ്റ്. എം ടി സെറ്റ് അല്ല, നോൺ എം ടി സെറ്റ് ആണെന്ന് ചോദിച്ചു. എന്ന് ബിയിലോട്ടേക്ക് പോകുമ്പോൾ, ഓക്കെ ശ്രദ്ധിക്കാം, എന്ന് ബിയിലോട്ടേക്ക് പോകുമ്പോൾ എന്താ പറയുക, ഒരുപാട് സബ്സെറ്റ് കിട്ടുമല്ലേ അല്ലെ. എയിൽ എത്ര എലമെന്റ്സ് ഉണ്ട്? ഇപ്പോൾ 3 എലമെന്റ്സ് ഉണ്ട്, ഇപ്പോഴത്തെ 2 എലമെന്റ്സ് ഉണ്ട്. സോ ടോട്ടൽ 6 ഉണ്ട്. സോ ടോട്ടൽ സബ്സെറ്റ് ഇസ് 2⁻6 അല്ലെ. സോ 2⁻6 എന്ന് പറയുമ്പോൾ 64 സബ്സെറ്റുകൾ ഉണ്ടാവും. ഈ 64 സബ്സെറ്റിനെയും നമുക്ക് എന്ത് പറയാം? റിലേഷൻ എന്ന് പറയാം. ഓക്കെ, സോ ഈ 64 സബ്സെറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റിലേഷൻ എന്ന് പറയാം. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി അടുത്തത് മനസ്സിലാക്കേണ്ടത് വാട്ട് ഈസ് എ ഫംഗ്ഷൻ. എടാ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന റിലേഷൻ അല്ലെ, ഔട്ട് ഓഫ് ദ റിലേഷൻ ശ്രദ്ധിച്ചോ, ഔട്ട് ഓഫ് ദ റിലേഷൻ. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ടേം ഷുഡ് നോട്ട് ബി റിപ്പീറ്റഡ്. ഓക്കെ, ഫസ്റ്റ് ടേം റിപ്പീറ്റ് ആവാൻ പാടില്ല എന്നുള്ളൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഉണ്ട്. ഫസ്റ്റ് ടേം ഷുഡ് നോട്ട് ബി റിപ്പീറ്റഡ്. ഓക്കെ അല്ലേ? യെസ്. ആൻഡ് നമ്മുടെ സെറ്റ് എയും ബിയും ആണുള്ളതെങ്കിൽ ആദ്യത്തെ സെറ്റ് ഉണ്ടല്ലോ, ഇതിലുള്ള എല്ലാത്തിനും എന്തുണ്ടാവണം? ഇമേജ് ഉണ്ടാവണം. അവിടെ ഇമേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിയിലൊരു വാല്യൂ ഉണ്ടാവണം ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട്. ഓക്കെ, സി ഫോർ എക്സാമ്പിൾ ഇഫ് യു ആർ ടേക്കിംഗ് എ ബി, ഓക്കെ, സോ ഇവിടെ 1 2 എടുത്തു, ഇവിടെ 3 4 5 എടുത്തു. യെസ്, സി ദിസ് ഈസ് എ റിലേഷൻ അല്ലെ. 1 3 2 4 എന്ന് പറയുന്ന ഒരു റിലേഷൻ ആണ്. ഓക്കെ, ഫസ്റ്റ് ഞാൻ പറയുന്നു ഇവിടെ എയിലുള്ള എല്ലാത്തിനും ഒന്നുണ്ട്, ഒരു ഇമേജ് ഉണ്ട് ബിയിൽ അല്ലെ. യെസ്, എക്കും ഉണ്ട്, ബിക്കും ഉണ്ട്, എക്കും 1-നുണ്ട് 2-നുണ്ട്. സോ ദാറ്റ് ദിസ് ഈസ് എ ഫംഗ്ഷൻ ഓൾസോ. ഇപ്പോൾ സപ്പോസ് ഇങ്ങനെ എഴുതാം എ ബി. ഓക്കെ, സോ 1 3 കൊടുക്കുകയാണ്. ഓക്കെ, 1 4 കൊടുക്കുകയാണ്, അതേപോലെ 2 5 കൊടുക്കുക. സി ഇങ്ങനെ ചെയ്യുമ്പോൾ ഇവിടെയുള്ള എല്ലാത്തിനും എന്തുണ്ട്? ഇമേജ് ഉണ്ടെങ്കിലും ദ പ്രോബ്ലം ഈസ് യെസ് റിപ്പീറ്റേഷൻ വരുന്നുണ്ട് അല്ലേ. കറക്റ്റ്. ഇനി ഇപ്പോൾ എയും ബി എടുക്കുക. സോ 1 2 3, ഇവിടെ 3 4. ഓക്കെ, സോ ഇങ്ങനെ വരുന്നുണ്ടെങ്കിലും റിപ്പീറ്റേഷൻ വരുന്നുണ്ട്. എവിടെയാണ്? സെക്കൻഡ് ടേം, ഫസ്റ്റ് ടേം അല്ല. ഫസ്റ്റ് ടേം റിപ്പീറ്റ് ആവാൻ പാടില്ല എന്നല്ലേ പറഞ്ഞുള്ളൂ. യെസ്, സോ ഫസ്റ്റ് ടേം റിപ്പീറ്റ് ആവാൻ പാടില്ല എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. സോ അങ്ങനെയാണെങ്കിലാണ് നമുക്ക് എന്ത് പറയാൻ പറ്റുക? യെസ്, ഇറ്റ്സ് എ ഫംഗ്ഷൻ എന്ന് പറയാൻ പറ്റും. സോ ദിസ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ഫംഗ്ഷൻ അല്ലേ. സോ അതേപോലെ ഇതും ഫംഗ്ഷൻ്റെ എക്സാമ്പിളാണ്. കാരണം ഫസ്റ്റ് ടേം എന്ത് ചെയ്തിട്ടില്ല? റിപ്പീറ്റ് ചെയ്തിട്ടില്ല. ക്ലിയർ ആണോ? ഓക്കെ, സെറ്റ് അല്ലേ? ഗുഡ്. ഓക്കെ, ഇനി നമുക്ക് ടൈപ്സ് ഓഫ് ഫംഗ്ഷൻ അതേപോലെ ടൈപ്സ് ഓഫ് റിലേഷൻ പഠിക്കാനുണ്ട്. ഓക്കെ, യെസ്. പിന്നെ 2-3 ടേംസ് ഉണ്ട്, ഡൊമൈൻ, കോഡൊമൈൻ, ഓക്കെ, റേഞ്ച്. സോ നോക്ക്, ഇപ്പോൾ സപ്പോസ് 1 2 3 ഉണ്ട്, ഇവിടെ 4 5 6 7 ഉണ്ടെന്ന് വിചാരിച്ചോ. സോ ഇപ്പുറത്തൊരു സെറ്റ് എ ഉണ്ട്, ഇപ്പുറത്തൊരു സെറ്റ് ബി ഉണ്ട്. ക്ലിയർ അല്ലേ? ഓക്കെ, നോക്ക് മക്കളെ, നമ്മൾ എയിൽ നിന്ന് ബിയിലോട്ടാണ് നമുക്കിത് വരയ്ക്കുന്നത് അല്ലേ. അപ്പോൾ ഞാൻ എന്ന് ഇത് വരച്ചു, ഇവിടുന്ന് ഇങ്ങനെ വരച്ചു എന്ന് വിചാരിച്ചോ. ഓക്കെ, സി ഇവിടെ എ ആണ് നമ്മുടെ ഡൊമൈൻ. ഓക്കെ, സോ എവിടെ നിന്നാണ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്? ഏതാണ്. സോ ദാറ്റ് ഇസ് ദ ഡൊമൈൻ ആൻഡ് ബി ഈസ് നോൺ ആസ് കോ ഡൊമൈൻ. ഓക്കെ അല്ലേ? യെസ്. സോ ഇത് രണ്ടും ഭയങ്കര സിമ്പിളാണ്. എവിടുന്ന് എവിടത്തേക്കാണ് ഫംഗ്ഷൻ പോകുന്നത് എന്നുള്ളത് മാത്രം നോക്കിയാൽ മതി. സോ എ ഡൊമൈനാണ്, ബി എന്താണ്? കോ ഡൊമൈനാണ് അല്ലേ. ഇനി ചോദ്യം വരുന്നത് ശ്രദ്ധിച്ചോ, വാട്ട് ഇസ് റേഞ്ച്? എടാ റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നമ്മുടെ ഈ പറഞ്ഞ ഇമേജ് ആയിട്ട് വരിക. ഓക്കെ, സോ 1-ന് 4 ഉണ്ട്, 2-ക്ക് 5 ഉണ്ട്, 3-ക്ക് 6 അല്ലേ. സോ ഇമേജ് ആയിട്ട് വരുന്നത് 4-ഉം 5-ഉം 6 മാത്രമാണ്. സോ ഈ ഒരു സെറ്റാണ് എന്ത്? റേഞ്ച് എന്ന് പറയാം. ക്ലിയർ അല്ലേ? യെസ്. സോ ഡൊമൈൻ മനസ്സിലാക്കാം, കോഡൊമൈൻ മനസ്സിലാക്കാം, ആൻഡ് നെക്സ്റ്റ് വൺ ടു അണ്ടർസ്റ്റാൻഡ് ഇസ് റേഞ്ച്. ക്ലിയർ? ഓക്കെ, ഇനി നമുക്ക് 1 by 1 ആയിട്ട് ഓരോ ഫംഗ്ഷൻ എന്താണെന്ന് മനസ്സിലാക്കാം. ദ ഫസ്റ്റ് വൺ ഈസ് ശ്രദ്ധിക്കാം. ഓക്കെ, സോ ഫസ്റ്റ് ടൈപ്പ് ഓഫ് ഫംഗ്ഷൻ ഈസ് ഓൺ ടു ഫംഗ്ഷൻ. അതേപോലെ ഓൺ ടു ഫംഗ്ഷൻ ഉണ്ട്, അതേപോലെ 1 1 ഫംഗ്ഷൻ ഉണ്ട് അല്ലേ. സോ 1 1 ഫംഗ്ഷൻ എന്താണെന്ന് നോക്കാം. യെസ്, 1 1 ഫംഗ്ഷൻ ഓർ ഇൻജെക്റ്റീവ് ഫംഗ്ഷൻ. ഓക്കെ, ഓൺ ടു ഫംഗ്ഷൻ ഓർ ബൈ സർജക്റ്റീവ് ഫംഗ്ഷൻ. ഓക്കെ, യെസ്.
പിന്നെ മൂന്നാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 1 ആൻഡ് ഓൺ ടു. അത് 1 1ഉം ആൻഡ് ഓൺ ടു ആണെങ്കിൽ ബൈജക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയാം. ഓക്കെ, സോ നോക്കാം മക്കളെ. സോ 1 1 ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ നമ്മുടെ ഇപ്പുറത്തുള്ള, അതായത് ശ്രദ്ധിച്ച് നോക്കാം, ഇവിടെ 1 2 3 ഉണ്ട് അല്ലേ? യെസ്. സോ നോക്കുക, ഇഫ് ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് ഇൻ എ ഹാവ് ഡിഫറെൻറ്റ് ഇമേജസ് ഇൻ ബി. സി ഫോർ എക്സാമ്പിൾ ഇവിടെ ബിയിൽ എടുക്കുക. സോ ഞാനിവിടെ 2 3 4 എടുക്കാം. ഓക്കെ, so different elements in A have different elements in B, then we can call it a 1 1 function. Clear അല്ലേ? യെസ്. നോക്കൂ മക്കളെ, ഞാനിപ്പോൾ 1 2 3 ഓക്കെ, സോ 2 3 4 5 എടുക്കുകയാണ്. ഓക്കെ, സോ ഇത് ഇങ്ങനെ പോവുകയാണെന്ന് വിചാരിച്ചോ. സോ ഇവിടെ ഉണ്ടോ ഡിഫറെൻറ്റ് ഐറ്റംസിന് എന്തുണ്ട്, ഡിഫറെൻറ്റ് ഇമേജസ് ആണ് വരുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി വേറൊരു എക്സാമ്പിൾ എടുക്കുക. സോ ഇഫ് യു ആർ ടേക്കിംഗ് ദിസ് വൺ, 2ക്ക് 3 3ക്കും 3. സി ഇവിടെ ഇത് ഫംഗ്ഷൻ ആണോ? യെസ്. ഇവിടെ റിപ്പീറ്റേഷൻ ഇല്ല. മക്കളെ നോക്കിക്കോ, ശ്രദ്ധിച്ചോ. സോ 1 2 ഉണ്ട്, ഞാൻ 2ന് 3 ഇട്ടു, അതേപോലെ 2ന് 4 ഇട്ടു. ഓക്കെ അല്ലേ? യെസ്. 3ക്ക് 5 ഇട്ടു. സി ഇവിടെ ദ പ്രോബ്ലം ഈസ് ദിസ് ഈസ് നോട്ട് അറ്റ് ഓൾ എ ഫംഗ്ഷൻ. കാരണം എന്താ? ഫസ്റ്റ് ടേം ഇസ് റിപ്പീറ്റഡ്. ഫസ്റ്റ് ടേം റിപ്പീറ്റ് ആയിട്ടുണ്ട്, 2 2 പ്രാവശ്യം റിപ്പീറ്റ് ആയിട്ടുണ്ട്. 2 2 പ്രാവശ്യം റിപ്പീറ്റ് ആയെങ്കിൽ അത് ഫംഗ്ഷൻ അല്ല. ഇവിടെ ഫംഗ്ഷൻ അല്ലെങ്കിൽ പിന്നെ ടൈപ്പ് പറയാൻ പറ്റുമോ? ഇല്ല. ഫംഗ്ഷൻ ആണെങ്കിൽ മാത്രമേ നെക്സ്റ്റ് ടൈപ്പ് പറയാൻ പറ്റൂ. സോ ഇവിടെ ഫംഗ്ഷൻ ആണല്ലോ, 2 ഉണ്ട് അല്ലേ, 3 ഉണ്ട്. യെസ്. പക്ഷേ ഇവിടെയുള്ള ഓരോന്നിനും ഡിഫറെൻറ്റ് ഇമേജസ് ഉണ്ടോ? ഇല്ല. സോ അങ്ങനെയുള്ള കേസിലാണ് നമ്മൾ എന്താ പറയുക, 1 1 ഫംഗ്ഷൻ എന്ന് പറയാം. ഓൺ ടു ഫംഗ്ഷൻ ഇസ് സിംപ്ലി ബട്ട് ഇതേ ഉള്ളൂ, കോഡൊമൈൻ ഈക്വൽ ടു റേഞ്ച്. എന്നാൽ കോഡൊമൈൻ റേഞ്ച് ആയാൽ മതി. അങ്ങനെയാണെങ്കിൽ അത് ഓൺ ടു ഫംഗ്ഷനാണ്. സിമ്പിൾ അല്ലേ? യെസ്. അതായത് ഒന്നുമില്ലടാ, ഇപ്പുറത്തെ സൈഡ് ഇപ്പോൾ നിങ്ങൾ 1 2 3 എടുക്കുന്ന, ഓക്കെ 2 3 4 5 എടുത്തു. നിങ്ങൾ ഇങ്ങനെയാണ് എടുക്കുന്നത് വിചാരിച്ചോ. ഇവിടെ കണ്ടോ, കോഡൊമൈൻ റേഞ്ച് വേറെ അല്ലേ? യെസ്. പക്ഷേ ഇത് 1 2 2 3 3 4 ഇവിടെ നോക്കി, ഇവിടെ നോക്കിയാലുള്ള പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്ക്, 2 3 4 ഉണ്ട്. ഇവിടെ ഇപ്പുറത്തുള്ള എല്ലാത്തിനും എന്തുണ്ട്, പ്രീ ഇമേജ് ഉണ്ട് അല്ലേ? സോ അങ്ങനെയുള്ള കേസാണ് നമുക്ക് ഓൺ ടു ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സോ ഇവിടെ ഇത് നിങ്ങൾ ചെക്ക് ചെയ്താലും മനസ്സിലാവും. സോ ദിസ് വൺ ഈസ് വാട്ട്, ഇപ്പുറത്തുള്ള എല്ലാത്തിനും ഡിഫറെൻറ്റ് ഇമേജസ് ഇല്ലേ? യെസ്. ഇപ്പുറത്തുള്ള എല്ലാത്തിനും പ്രീവിയസ് ഇമേജ് ഉണ്ടോ? ഇല്ല. പ്രീ ഇമേജ് ഉണ്ടോ? ഇല്ല. സോ ഇത് ഓൺ ടു അല്ല, ഇത് 1 1 ആണ്. പക്ഷെ ഇത് നോക്കി, യെസ് ദിസ് ഈസ് ഓൺ ടു. ക്ലിയർ അല്ലേ? യെസ്. സോ ഇപ്പുറത്തുള്ള എല്ലാത്തിനും എന്താണ്, പ്രീ ഇമേജ് ഉണ്ട് അല്ലേ? ഓൺ ടു ആണ്. ആൻഡ് ഓൾസോ ഇപ്പുറത്തെ സൈഡിലുള്ള എല്ലാത്തിനും ഡിഫറെൻറ്റ് ഇമേജസ് ഉണ്ട്. സോ ദാറ്റ് മീൻസ് ദിസ് 1 1 ഓൾസോ. സോ ഇത് രണ്ടും കൂടി കൺസിഡർ ചെയ്തിട്ട് ഒരുമിച്ച് വരുന്നുണ്ടെങ്കിൽ വി ക്യാൻ കോൾ ഇറ്റ് ആസ് 1 1 ആൻഡ് ഓൺ ടു. രണ്ടും കൂടി ഒരുമിച്ച് വരുമ്പോൾ ബൈജക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയാം. ഓക്കെ, യെസ്. നമ്മൾ നോക്കിക്കോ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 1 2 3 4 എന്നൊക്കെ ഉണ്ട്, ഇപ്പുറത്തുള്ളത് 5 മാത്രമാണ്. സോ ഇത് ഈ രീതിക്കാണ് വരുന്നതെങ്കിൽ ദ ഫസ്റ്റ് ടൈം ഇസ് നോട്ട് റിപ്പീറ്റഡ്, ദിസ് ഇസ് എ ഫംഗ്ഷൻ അല്ലേ? സോ ഇങ്ങനെയുള്ള ഫംഗ്ഷനെ നമുക്ക് എന്ത് പറയാം, കോൺസ്റ്റന്റ് ഫംഗ്ഷൻ എന്ന് പറയാം അല്ലേ? യെസ്. നെക്സ്റ്റ് 1 1 2 2 3 3. സി നിങ്ങൾ ഇപ്പുറത്തെ സൈഡിൽ എടുക്കുന്ന അതേ ടേം തന്നെയാണ് ഇപ്പുറത്തെ സൈഡിലുള്ളത് വിചാരിച്ചു. സോ ലെഫ്റ്റ് സൈഡ് ആൻഡ് റൈറ്റ് സൈഡ് സെയിം ടേം ആണെങ്കിൽ അങ്ങനെയുള്ളതിനെ നമുക്ക് എന്ത് പറയാം, ഐഡന്റിറ്റി ഫംഗ്ഷൻ എന്ന് പറയാം. ക്ലിയർ അല്ലേ? ഓക്കെ. പിന്നെ ടൈപ്സ് ഓഫ് റിലേഷന് മുമ്പ് ഇവിടെ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 1-2 പോയിന്റ്സ് നമ്മൾ വരാം. നമുക്ക് എഫ് ഓഫ് ജി ഓഫ് എക്സ് എങ്ങനെ സോൾവ് ചെയ്യാൻ നോക്കാം. സി ഫോർ എക്സാമ്പിൾ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 2x പറഞ്ഞു, ജി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പറഞ്ഞു. സോ ചോദ്യം ചോദിക്കാം നമുക്ക്, വാട്ട് ഈസ് എഫ് ഓഫ് ജി ഓഫ് എക്സ്? ഓക്കെ, എഫ് ഓഫ് ജി ഓഫ് എക്സ്. അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ആദ്യം നിങ്ങൾ എടുക്കേണ്ടത് എഫ് ഓഫ് ജി ഓഫ് എക്സ്. സോ വിച്ച് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് സ്ക്വയർ. സി ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2x ആണ് അല്ലേ? എഫ് ഓഫ് എനി നമ്പർ ഇൻ ദ ബ്രാക്കറ്റ്, എഫ് ഓഫ് ബ്രാക്കറ്റ് ഈസ് ഈക്വൽ ടു 2 ടൈംസ് ബ്രാക്കറ്റ്. ക്ലിയർ അല്ലേ? യെസ്. സോ എഫ് ഓഫ് എക്സ് സ്ക്വയർ വിൽ ബി ഈക്വൽ ടു, എടാ എഫ് ഓഫ് ബ്രാക്കറ്റ് എന്താ, ബ്രാക്കറ്റ് ഇൻറ്റു 2 ആണ്. സോ ഇവിടെ ആൻസർ വിൽ ബി 2 ഇൻറ്റു ബ്രാക്കറ്റ്. ക്ലിയർ അല്ലേ? യെസ്. ബട്ട് നേരെ തിരിച്ചാണ് ചോദിക്കുന്നത് വിചാരിച്ചു, ജി ഓഫ് എഫ് ഓഫ് എക്സ് ആണ് ചോദിക്കുന്നത് വിചാരിച്ചോ. യെസ്. സോ ജി ഓഫ് എന്ത് എഴുതണം, എഫ് ഓഫ് എക്സ് എന്ന് എഴുതണം. സോ ജി ഓഫ് എഫ് ഓഫ് എക്സ് എത്രയാ, ഗിവൺ ദാറ്റ് ജി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2x അല്ലേ? യെസ്. ജിയുടെ കാര്യം എന്താ പറയുന്നത്, ജി ഓഫ് എനിത്തിങ് ഇൻ ദ ബ്രാക്കറ്റ് ഈസ് ഈക്വൽ ടു ബ്രാക്കറ്റ് സ്ക്വയർ. സോ ബ്രാക്കറ്റിലുള്ളതിനെ സ്ക്വയർ ചെയ്യാൻ പറയുന്നത്, ബ്രാക്കറ്റിനുള്ളിലുള്ളതിനെ സ്ക്വയർ ചെയ്യുക. സോ ആൻസർ ഈസ് 4x സ്ക്വയർ. സോ ഈ ഒരു ചെറിയ ചേഞ്ച് മാത്രമേ ഉള്ളൂ. ഈ ചേഞ്ച് വെച്ചിട്ട് നിങ്ങളെ പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, സോ ശ്രദ്ധിക്കുക, വെരി വെരി ഇമ്പോർട്ടൻറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഫ്രം സെറ്റ്. ക്ലിയർ അല്ലേ? ഓക്കെ, ഇതൊന്നും. പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് ഇൻവേഴ്സ് ആണ്. സി ഫോർ എക്സാമ്പിൾ നിങ്ങളോട് പറയും, എന്താ പറയുക, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2x plus 3 ഫൈൻഡ് എഫ് ഇൻവേഴ്സ്. സോ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ സോൾവ് ചെയ്യേണ്ട രീതി പറഞ്ഞുതരാം. ഓക്കെ, എന്താണ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ y ഈസ് ഈക്വൽ ടു 2x plus 3. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഇത് തിരിച്ച് എക്സ് ഈക്വൽ ടു എന്നുള്ള ഫോർമാറ്റിലേക്ക് മാറ്റാം. സോ ദാറ്റ് ഈസ് y മൈനസ് 3 ഈസ് ഈക്വൽ ടു 2x. ഈ 2യും കൂടി ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ y മൈനസ് 3 ഡിവൈഡ് ബൈ 2 ഈക്വൽ ടു എക്സ് അല്ലേ? എടാ മറ്റേ നോക്ക്, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു, എഫ് ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ y ആണല്ലോ അല്ലേ? നമുക്കറിയാം എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്, y ആണ് അല്ലേ? എഫ് ഇൻവേഴ്സ് ഓഫ്
വൈ എടാ എഫ് ഓഫ് എക്സ് എന്താ വൈ, എഫ് ഇൻവേഴ്സ് ഓഫ് എന്താണ് എഫ് ഇൻവേഴ്സ് ഓഫ് വൈ ഇസ് ഈക്വൽ ടു വാട്ട് എക്സ് അല്ലേ. യെസ്, സോ നമുക്ക് ഇവിടെ എന്താക്കി എഴുതാം, എഫ് ഇൻവേഴ്സ് ഓഫ് വൈ എന്ന രീതിയിൽ എഴുതാം. ക്ലിയർ ആണോ? ഓക്കെ, സോ ദിസ് ഈസ് ഹാപ്പനിങ് ഓൺലി വെൻ ഇറ്റ് ഈസ് 1 ഫംഗ്ഷൻ ആണെങ്കിൽ മാത്രമേ ഇത് സംഭവിക്കുള്ളൂ, ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് കിട്ടി y മൈനസ് 3 ഡിവൈഡ് ബൈ 2 ഈസ് ഈക്വൽ ടു എഫ് ഇൻവേഴ്സ് വൈ എന്ന് കിട്ടി. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി വാട്ട് ഈസ് എഫ് ഇൻവേഴ്സ് എന്ന് ചോദിച്ചാൽ ഇവിടെ നിർത്താൻ പാടില്ല, നിങ്ങൾ എന്ത് ഇൻ ടേംസ് ഓഫ് എക്സ് എഴുതണം. ദാറ്റ് മീൻസ് ഇവിടെ ഉണ്ടോ എഫ് ഇൻവേഴ്സ് വൈ ഈസ് ഈക്വൽ ടു y മൈനസ് 3 ബൈ 2. എഫ് ഇൻവേഴ്സ് z എന്തായിരിക്കും, z മൈനസ് 3 ബൈ 2. സോ എഫ് ഇൻവേഴ്സ് എക്സ് എന്തായിരിക്കും, യെസ് ഇറ്റ് വിൽ ബി എക്സ് മൈനസ് 3 ബൈ 2. സോ ദ ആൻസർ ഈസ് എക്സ് മൈനസ് 3 ബൈ 2. സോ ഇതാണ് ഇൻവേഴ്സിൻ്റെ ക്വസ്റ്റ്യൻ. സോ ഒന്നെങ്കിൽ ഇങ്ങനെ എഫ് ഓഫ് ജി ഓഫ് എക്സ് ജി ഓഫ് എഫ് ഓഫ് എക്സ് രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം, ഓർ എൽസ് ദിസ് പോലെ. ക്ലിയർ അല്ലേ? ഓക്കെ, പിന്നെ നമുക്ക് ടൈപ്സ് ഓഫ് റിലേഷൻ ആണല്ലോ. ടൈപ്സ് ഓഫ് റിലേഷനിൽ നമുക്ക് പഠിക്കാനുള്ള റിഫ്ലെക്സീവ് റിലേഷൻ, ഓക്കെ, സോ സിമെട്രിക് റിലേഷൻ ആൻഡ് ട്രാൻസിറ്റീവ് റിലേഷൻ. ഓക്കെ, ട്രാൻസിറ്റീവ് റിലേഷൻ. പിന്നെ ലാസ്റ്റ് വരുന്നത് ഇക്വാലൻസ് റിലേഷൻ ആണ്. ഓക്കെ, സോ ഇക്വാലൻസ് റിലേഷൻ ഹാപ്പൻസ് ഓൺലി വെൻ ദിസ് 3 ആർ സാറ്റിസ്ഫൈഡ് അല്ലേ. റിഫ്ലെക്സീവ് റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ എന്ന് പറയുന്ന എല്ലാം ഉണ്ടാവണം. സി വി ആർ ടേക്കിംഗ് എന്താ പറയുക റിലേഷൻ എടുക്കുകയാണ്. ഓക്കെ, സോ ഒരു സെറ്റ് ഇപ്പോൾ എ എന്ന സെറ്റിൽ നിന്നും എ എന്ന സെറ്റിലേക്ക് എന്തെടുക്കുകയാണ് റിലേഷൻ എടുക്കുകയാണെങ്കിൽ, സോ ഇഫ് യു ആർ ടേക്കിംഗ് 1 2 3 എന്ന് പറയുന്ന ഒരു സെറ്റിൽ നിന്നും 1 2 3 എന്നുള്ള സെറ്റിലേക്ക് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ രണ്ട് സെറ്റിൽ വരുന്ന, അതായത് ഈ സെറ്റിൽ വരുന്ന സബ്സെറ്റുകൾ ഒരുപാട് എണ്ണുണ്ടല്ലോ. ഓക്കെ, ഇപ്പോൾ 3 3 3 എത്രയാണ്, യെസ് 9. ഇപ്പോൾ 2⁹9 സബ്സെറ്റുകൾ വരും. അപ്പോൾ അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 1 1 ഓക്കെ 2 2 3 3 ഇങ്ങനെയുള്ള എല്ലാ എലിമെൻസും വരുന്നുണ്ടോ സെറ്റിൽ, ആ സെറ്റിൽ വരുന്നുണ്ടോ എന്ന് നോക്കാം. നമ്മൾ എടുക്കാൻ പോകുന്ന സബ്സെറ്റ് ഉണ്ടല്ലോ, യെസ് ഈ ഒരു സബ്സെറ്റ് ആണ് നമുക്ക് എന്താ പറയാൻ പറ്റുക, റിഫ്ലെക്സ് എന്ന് പറയുന്നത്. ഇതിൽ 2 മാത്രം ഉണ്ടെങ്കിൽ പറ്റൂല കേട്ടോ. ഓക്കെ, ഇതിൽ എക്സ്ട്രാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറ്റും. ദാറ്റ് മീൻസ് ഇഫ് 1 1 ഉണ്ട്, 2 2 ഉണ്ട്, 3 3 ഉണ്ട്, ഇതെല്ലാം കവർ ആയില്ലേ. അതിനുശേഷം നിങ്ങൾക്ക് 4 1 4 1 അല്ല സോറി 3 1 1 2 ഇതൊക്കെ ഉണ്ടായിട്ട് കുഴപ്പമൊന്നുമില്ല. ഓക്കെ, സോ റിഫ്ലെക്സ് എന്ന് പറഞ്ഞാൽ എ ബിലോങ്സ് ടു ആർ ആണ്. ഓക്കെ, നമ്മൾ റിലേഷനിൽ എന്തുണ്ടാവണം, എ ഉണ്ടാവണം. സിമെട്രിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഫ് എ കോമ ബി ബിലോങ്സ് ടു ആർ, അങ്ങനെയാണെങ്കിൽ ബി കോമ എ ഓൾസോ ഷുഡ് ബിലോങ്സ് ടു ആർ. അതാണ് സിമെട്രിക്കൽ. ട്രാൻസിറ്റീവ് പറയുന്നത് ഇഫ് എ കോമ ബി ബിലോങ്സ് ടു ആർ, ബി കോമ സി ബിലോങ്സ് ടു ആർ, ദെൻ എ കോമ സി ഓൾസോ ബിലോങ്സ് ടു ആർ. സി ഞാൻ കുറച്ച് എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ഈസ് ഈക്വൽ ടു എന്ന് പറയുന്ന റിലേഷൻ ആണെന്ന് വിചാരിച്ചോ. യെസ്, എക്സ് ഈക്വൽ ടു എക്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എല്ലാം എഴുതാലോ. ശരി, കറക്റ്റ്. നെക്സ്റ്റ് സിമെട്രിക് ആണോ നോക്കാം. എക്സ് ഈക്വൽ എ ഈക്വൽ ടു ബി ആണെങ്കിൽ ബി ഈക്വൽ ടു എന്ന് പറഞ്ഞോടെ. ശരി, നെക്സ്റ്റ് ട്രാൻസിറ്റീവ് ആണ് നോക്കാം. എ ഈക്വൽ ടു ബി ആണ്, ഓക്കെ ബി ഈക്വൽ ടു സി ആണ്, അങ്ങനെയാണെങ്കിൽ എ ഈക്വൽ ടു സി എന്ന് പറഞ്ഞോടെ. യെസ് പോസിബിൾ. ഇനി ഞാൻ ഈ ലാർജർ ദാൻ എന്നുള്ളത് എടുക്കാം. നോക്കാം മക്കളെ, എ ലാർജർ ദാൻ എ എന്ന് പറയാൻ പറ്റുമോ? എ ലാർജർ ദാൻ എ എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ക്ലിയർ അല്ലേ? യെസ്. ഇഫ് എ ലാർജർ ദാൻ ബി, ബി ലാർജർ ദാൻ എ എന്ന് പറയാൻ പറ്റുമോ? അത് പറ്റില്ല. പക്ഷേ റെസിപ്രോക്കൽ ആണെങ്കിൽ എ റെസിപ്രോക്കൽ ഓഫ് ബി ആണെങ്കിൽ ബി റെസിപ്രോക്കൽ ഓഫ് എ അല്ലേ? യെസ്, അത് സിമെട്രിക്കിൽ പറ്റും. എ റെസിപ്രോക്കൽ ഓഫ് എ ആണോ? അല്ല, അപ്പോൾ അത് റിഫ്ലെക്സീവ് അല്ല. പിന്നെ ട്രാൻസിറ്റീവിൻ്റെ കാര്യം നോക്കുക. എ ഗ്രേറ്റർ ദാൻ ബി ആണെങ്കിൽ നോക്ക്, എ ഗ്രേറ്റർ ദാൻ ബി ആണെങ്കിൽ ഓക്കെ അല്ലേ, എ ഗ്രേറ്റർ ദാൻ ബി ആണെങ്കിൽ ബി ഗ്രേറ്റർ ദാൻ സി ആണെങ്കിൽ എ ഗ്രേറ്റർ ദാൻ സി അല്ലേ? യെസ്, സോ ട്രാൻസിറ്റീവ് ആണ്. ഈ ഗ്രേറ്റർ ദാൻ സ്മോളർ ദാൻ എന്നൊക്കെ പറയുമ്പോൾ ട്രാൻസിറ്റീവ് ആണ്. ഇനി പാരലൽ നോക്കാം. എ പാരലൽ ടു എ, സെയിം ലൈൻ പാരലൽ ടു, കറക്റ്റ് ആണ്. ഓക്കെ, എ പാരലൽ ടു ബി ആണെങ്കിൽ ബി പാരലൽ ടു എ അല്ലേ? യെസ്, കറക്റ്റ് ആണ്. എ പാരലൽ ടു ബി, ബി പാരലൽ ടു സി ആണെങ്കിൽ എയും ബിയും എയും സിയും പാരലൽ അല്ലേ? കറക്റ്റ്, ദാറ്റ്സ് ഓൾസോ വർക്കിംഗ്. പെർപെൻഡിക്കുലർ നടക്കുമോ? എ പെർപെൻഡിക്കുലർ ടു ബി, ഓക്കെ അങ്ങനെയാണെങ്കിൽ ഇത് പെർപെൻഡിക്കുലർ തിരിച്ച് വരുന്നുണ്ടല്ലോ. യെസ്, സിമെട്രിക്കൽ ആണ്. എടാ സെയിം ലൈൻ പെർപെൻഡിക്കുലർ ടു സെയിം ലൈൻ വരുമോ? ഇല്ല. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ സിമെട്രിക് ഉറപ്പാണ്. യെസ്, ഇനി നെക്സ്റ്റ് ഇത് പെർപെൻഡിക്കുലർ ഇതാണ്, ഇത് പെർപെൻഡിക്കുലർ നെക്സ്റ്റ് വൺ. സോ ഇത് രണ്ട് പെർപെൻഡിക്കുലർ ആണോ? അല്ല. ഓക്കെ, സോ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ 2D സ്ട്രക്ചറിലാണെങ്കിൽ ഇത് നടക്കില്ല. ഓക്കെ, സോ പെർപെൻഡിക്കുലർ എന്നുള്ളതിന് ആൻസർ വരുന്നത് ഏതായിരിക്കും? യെസ്, സിമെട്രിക് ആയിരിക്കും. ക്ലിയർ ആണോ? ഓക്കെ, ഇനി അടുത്തത് നിങ്ങൾ ഒരുപാട് വീഡിയോകളൊന്നും പഠിക്കാത്തതാണ്. സോ കുറേ പോയിന്റ്സ് ഞാൻ കുറേ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ലിമിറ്റ്സിന് കണ്ടിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് കത്തണമെന്നില്ല. ഓക്കെ, സോ മനസ്സിലാക്കിയവർ ശ്രദ്ധിക്കുക. ഓക്കെ, സോ ഇഫ് സപ്പോസ് ക്വസ്റ്റ്യനിൽ ഇങ്ങനെ ചോദിക്കുന്നത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0, okay, x tends to 0, for example x tends to 3, x square minus 9 divided by x minus 3 എന്നിട്ട് കൊടുക്കണം. ഓക്കെ, ശ്രദ്ധിച്ചോ. ഞാനിവിടെ എക്സിന് വാല്യൂ 3 ഇട്ട് കൊടുത്തു എന്ന് വിചാരിച്ചോ. എക്സിന് 3 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്നത് 0/0 ആണ്, അൺഡിഫൈൻഡ് വാല്യൂ ആണ്. ക്ലിയർ അല്ലേ? യെസ്.
അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് എക്സ് 3 എത്തുന്ന സമയത്ത് ഇതിന്റെ വാല്യൂ എത്രയിലോട്ട് എത്തും എന്നാണ് ചോദിക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട രീതി എന്താണ്, എക്സ് ടെൻസ് ടു 3 മൈനസ് ആൻഡ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 പ്ലസ് എന്ന രീതിയിൽ ചെയ്യണം. 3 മൈനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക 3നേക്കാളും ചെറിയ വാല്യൂന്ന് 3 പോകുമ്പോൾ, 3 പ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3നേക്കാളും വലിയ വാല്യൂന്ന് 3 പോകുമ്പോൾ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്ന അറിയോ, ഇത് സോൾവ് ചെയ്യും. ഇപ്പോൾ ഇഫ് യു വാണ്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഞാൻ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, കാരണം മെനി ഗുഡ് സ്റ്റുഡൻസ് ഈ പറഞ്ഞ ചാപ്റ്റർ പഠിച്ചിട്ടില്ല. ഓക്കെ, സോ ഇത് പഠിക്കാത്തത് കൊണ്ട് എനിക്ക് ഫുൾ സ്പീഡിൽ ഫുൾ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും കത്തൂല എന്നുള്ളത് നമുക്ക് ഉറപ്പാണ്. സോ അതുകൊണ്ട് നിങ്ങൾക്ക് എക്സാമിന് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള 1-2 പോയിന്റ്സ് മാത്രം പറയാം. ഓക്കെ, ഇതാ നമ്മൾ ചെയ്യേണ്ട കാര്യം, ഇപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 മൈനസ് എന്നുണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുക, ഇവിടെ 3നേക്കാളും ചെറിയൊരു വാല്യൂ കൂട്ടിയെടുക്കുക. ഓക്കെ, അല്ലെങ്കിൽ കുറച്ചെടുക്കുക. സോ 3 മൈനസ് എന്ന് പറയുമ്പോൾ 2.99 എടുക്കുക. എന്നിട്ട് സ്ക്വയർ ഇടുക, -9 ഡിവൈഡ് ബൈ 2.99 മൈനസ് 3 ഇട്ട് കൊടുക്കുക. സോ ഇവിടെ നിങ്ങൾക്ക് ഒരു വാല്യൂ കിട്ടുമല്ലോ. യെസ്, അതേപോലെ 3 പ്ലസും കൂടി നോക്കാം. സോ 3.01 സ്ക്വയർ -9 ഡിവൈഡ് ബൈ 3.01 മൈനസ് 3. സോ ഇവിടെ നിങ്ങൾക്ക് ഒരു വാല്യൂ കിട്ടുമല്ലോ. യെസ്, നൗ ചെക്ക് വെദർ ദിസ് ഈസ് ഈക്വൽ ഓർ നോട്ട്. ഓക്കെ, സോ ഇവിടെ കിട്ടുന്നതും ഇവിടെ കിട്ടുന്നതും ഈക്വൽ ആണോ നോക്കാം. ഈക്വൽ ആണെങ്കിൽ ലിമിറ്റ് എക്സിസ്റ്റ്, നോട്ട് ഈക്വൽ ആണെങ്കിൽ ലിമിറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ്. ഇത് രണ്ടും ഈക്വൽ ആണെങ്കിൽ, ഇപ്പോൾ സപ്പോസ് ഇത് നിങ്ങൾ സോൾവ് ചെയ്യുമ്പോഴേ നിങ്ങൾക്ക് ഏകദേശം ആൻസർ കിട്ടാൻ പോകുന്നത് ഐ തിങ്ക് 6 ആണെന്ന് തോന്നുന്നു. ഓക്കെ, സോ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 6 അറൗണ്ട് കിട്ടുമായിരിക്കും ആൻസർ. ഓക്കെ, അപ്പോൾ ഞാനിവിടെ 6 ഇട്ട് കഴിഞ്ഞു. 6 വരുന്നുണ്ട് രണ്ട് സ്ഥലത്തും. സോ രണ്ടും 6 വരുന്നുണ്ട്. എടാ കറക്റ്റ് നിങ്ങൾ എക്സ് ഈക്വൽ ടു 3 എന്ന് കൊടുത്തു കഴിഞ്ഞാലോ ഇവിടെ കിട്ടില്ല, 0/0 അൺഡിഫൈൻഡാണ് വരുന്നത് അല്ലേ. നമ്മൾ ജസ്റ്റ് 3ലേക്ക് അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് 6ലോട്ട് അപ്രോച്ച് ആവുന്നു. ഓക്കെ, ഇപ്പുറത്തെ സൈഡിൽ 3ലോട്ട് അപ്രോച്ച് ചെയ്യുമ്പോഴും 6ലോട്ട് അപ്രോച്ച് ആവുന്നു. സോ ഇത് രണ്ടും ഈക്വൽ ടു 6 ആയതുകൊണ്ട് തന്നെ ദ ലിമിറ്റ് x tends to 3 this f of x ചോദിച്ചു കഴിഞ്ഞാൽ the answer is how much 6. ഓക്കെ അല്ലേ. പക്ഷെ ആ പർട്ടിക്കുലർ പോയിന്റിൽ ഇറ്റ്സ് അൺഡിഫൈൻഡ്. അങ്ങനെ അൺഡിഫൈൻഡ് ആണെങ്കിൽ ഇതിവിടെ പറയാം നമുക്ക് കണ്ടിന്യൂസ് അല്ല എന്ന് പറയാം. ഇതും കൂടി നിങ്ങൾക്ക് 6 തന്നെ കിട്ടുവാണെന്ന് വിചാരിച്ചു. ഇപ്പോൾ ക്വസ്റ്റിൽ ചിലപ്പോൾ പറയും ഇഫ് ഇതാണ് നോർമലി തരുന്നത്. ഓക്കെ, x = 3 ആവുന്ന സമയത്ത് ഇതല്ല ഫംഗ്ഷൻ ഈസ് x = 3 ആണെങ്കിൽ ദ ഫംഗ്ഷൻ 6 ആണ് വരുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് 3 ഈക്വൽ ആവും. ഓക്കെ, സോ ഇപ്പം നമ്മൾ ചെയ്ത ക്വസ്റ്റ്യനിൽ എന്തില്ല 3 ഈക്വൽ അല്ല. 3ഉം ഈക്വൽ ആണെങ്കിൽ കണ്ടിന്യൂസ് എന്ന് പറയാം. ഇത് രണ്ടെണ്ണം ഈക്വൽ ആയിട്ട് കിട്ടുവാണെങ്കിൽ നമുക്ക് 6. ആൻസർ ലിമിറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ, യെസ്, ആൻഡ് 6 ഇസ് എ വാല്യൂ. ഓക്കെ, സോ ഇപ്പോഴത്താണെങ്കിലോ ഇതും കൂടി ഈക്വൽ ആണെങ്കിൽ കണ്ടിന്യൂസ് എന്ന് പറയാൻ പറ്റും അല്ലേ. യെസ്, അപ്പോൾ ഇവിടെ നമ്മളോട് ചോദിക്കാം വാട്ട് ഇസ് ദ പോയിന്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി. അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ ഡിനോമിനേറ്റർ എന്താക്കുക, ഡിനോമിനേറ്റർ 0 ആകുമ്പോഴല്ലേ ഡിസ്കണ്ടിന്യൂറ്റി വരുന്നത്. അപ്പോൾ x - 3 = 0 വരും. സോ x = 3 വരും. x = 3 വരുന്ന സ്ഥലത്താണ് ഡിസ്കണ്ടിന്യൂറ്റി ഉണ്ടാവുക. സോ ആ ഒരു ക്വസ്റ്റിനോട് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, സോ ഒന്നെങ്കിൽ നിങ്ങൾ എന്താ ലിമിറ്റിന്റെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നേരെ എന്ത് ചെയ്യാം, ഇപ്പോൾ 3 ആണ് തന്നു കഴിഞ്ഞാൽ x tends to 3, 4 whatever 0 whatever എന്ത് തന്നു കഴിഞ്ഞാലും അതിന് അടുപ്പിച്ചിട്ടുള്ള നമ്പർ ഇതിൽ ഇട്ട് കൊടുക്കാം. ഓക്കെ അല്ലേ. യെസ്, അപ്പോൾ നിങ്ങൾക്ക് എന്താ സോൾവ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ക്ലിയർ അല്ലേ. പോയിന്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട ഡിനോമിനേറ്ററിന് 0 ആക്കി ചെയ്ത് നോക്കാം. ഓക്കെ, യെസ്, ക്ലിയർ അല്ലേ. സെറ്റ്.